മൂന്നാം വാരത്തിൽ പ്രേക്ഷകരുടെ പ്രിയ ചിത്രങ്ങൾ ഒന്നായിട്ട് ദുൽഖർ സൽമാൻ നായകനായിട്ടെത്തിയ ലക്കി ഭാസ്കർ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ദുൽഖർ സൽമാൻ നായകനായിട്ട് ദീപാവലി റിലീസായിട്ട് തിയേറ്ററിലോട്ടെത്തിയ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയുടെ 17 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക. ദുൽഖർ സൽമാൻ, മീനാക്ഷി ചൗധരി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി വെങ്കി അഡ്മിറ്റി രചനയും സംവിധാനം നിർവഹിച്ച ചിത്രമായിരുന്നു ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ. ചിത്രം വിജയകരമായിട്ടുള്ള 3 ആഴ്ചയിലോട്ട് കണ്ടപ്പോൾ 3ാം ശനിയാഴ്ച നല്ലൊരു കളക്ഷൻ തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പ്രമുഖ ട്രാക്കിംഗ് ആർട്ടിസ്റ്റുകൾ വിലയിരുത്തുന്നത്. ചിത്രത്തിന് ശനിയാഴ്ച തന്നെ കളക്ഷൻ റിപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം 5 കോടിക്ക് അടുത്താണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാത്രം ഏകദേശം 2 മുതൽ 2.5 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ കളക്ഷൻ സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 3ാം വാരത്തിന് കങ്കു എന്ന് പറയുന്ന സിനിമ ബോക്സ് ഓഫീസിൽ തകർന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ അമരൻ എന്ന് പറയുന്ന ശിവാർത്ഥിയും ചിത്രത്തിനും അതോടൊപ്പം തന്നെ ദുൽഖർ ചിത്രം ലക്കി ഭാസ്കറിനും തിരക്കേറിയിരിക്കുന്നത്. ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസ് തന്നെയാണ് വലിയൊരു കളക്ഷൻ സൃഷ്ടിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ 17 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം 110 കോടി പിന്നിട്ടതായിട്ടാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ചിത്രം ഇനിയും വലിയൊരു വിജയമായിട്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ദുൽഖർ സൽമാൻ നായകനായിട്ടെത്തിയ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.